സാറിൻ്റെ ജീവിതത്തിൽ അടുത്ത ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ തന്നെയായിരിക്കും. അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകവും സാർ പ്രകാശനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മറ്റെന്തെല്ലാമാണ്? സേവന മേഖലകളും അതല്ലാതെ ഒരുപാടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തതാണ് ഒരു ചെറിയ പുസ്തകം. അങ്ങേത് 50 വർഷത്തിൻ്റെ കണക്കാക്കി ഒരു 50 പേജ്, പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 18 അധ്യായമാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തേന് നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനാണ്. പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതുപോലെ ഒരു ചോദ്യവുമില്ലാതെ എന്നെ അറിയിക്കാതെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എയ്ഡഡ് ഗവൺമെൻറ് നമുക്ക് തരുന്നതാണ്. അത് കാസർഗോഡ് വെച്ച് വലിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒരാഴ്ച ഞങ്ങൾ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെ വെച്ചൊരു വലിയ സമ്മേളനം, ഞങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് ഇദ്ദേഹം അനൗൺസ് ചെയ്യുന്നതാണ്, ഇവർ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്, ഏറ്റവും വലിയ NGO ആണ്, ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ വക ഒരു സമ്മാനം. അപ്പോൾ ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കും. 10,000-കണക്കിന് ആൾക്കാരുണ്ട്, വലിയൊരു സമ്മേളനമാണ്, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ കേട്ടോണ്ട ഇവർക്കൊരു ആർട്സ് ആൻഡ് സയൻസ്, സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവർക്ക് നൽകുകയാണ് എന്നും പറഞ്ഞ് മനോരമയിലേക്ക് എല്ലാ പത്രത്തിലും ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ വന്നു ഈ വാർത്ത. ഞാനപ്പോൾ എൻ്റെ അടുത്ത് വന്ന് തിരിച്ചിരുന്നപ്പോൾ സാർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അല്ല ഇതൊരു സ്റ്റണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ. അപ്പം അതാണ് ഈ മനുഷ്യൻ്റെ വലിയ, ഇപ്പം നമുക്ക് തന്നതുകൊണ്ടല്ല, പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കേൾവിക്കാരനാണല്ലോ, കേൾവിക്കാരനാണ്. അതെ അതെ, വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്, ഏറ്റവും വലിയ മാഹാത്മ്യമാണത്.